നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അനൂപ് ആയതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലെന്നാണോ? ഇനി നിങ്ങൾക്കാർക്കും കുഴപ്പമില്ലേലും എനിക്ക് കുഴപ്പമുണ്ട്. കാരണമേ ഈ 1.5 കോടി രൂപയിലുള്ള അവകാശം എനിക്കും കൂടി ഉള്ളതാ. അതുകൊണ്ട് ഇനിയും കള്ളന്മാരുടെ വക്കാലത്തും കൊണ്ട് എന്റെ അടുത്ത് വരണ്ട. ഏട്ടത്തി, ഇങ്ങനെ കാട് കയറി സംസാരിക്കണ്ട. ഏട്ടൻ എന്തെങ്കിലും അബദ്ധം പറ്റിയതാവും. ആ, നിന്റെ ഏട്ടൻ എന്തെങ്കിലും പറ്റുമ്പോ അത് അബദ്ധം. എന്നാ അബദ്ധം എന്താന്ന് വിളിച്ച് ചോദിക്കേ. ആ, ഞാൻ ചോദിക്കാം. ആ, ഹലോ അമ്മേ. അമ്മേ, അനൂപേട്ടൻ അവിടെ ഉണ്ടോ? ആ ശരി അമ്മേ, ഞാൻ വിളിക്കാം. അനൂപ് ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. ഇതല്ലേ നിന്റെ അമ്മ പറഞ്ഞത്? എനിക്കറിയാം എത്തിയിട്ടില്ലെന്നും ഇനി എന്താണ് ഉണ്ടാവാൻ പോകുന്നതെന്നും. ഞാൻ എന്തേലും പറഞ്ഞാ പറയും എന്റെ നാക്കിന് ബെല്ലും ബ്രേക്കും ഇല്ലാന്ന്. ഇതുപോലുള്ള ഓരോന്ന് കണ്ടു നിൽക്കാൻ എനിക്കിത്തിരി പ്രയാസമുണ്ട്. ജോലിക്ക് കയറിയില്ല, അപ്പോഴേക്കും 1.5 കോടിയോളം രൂപ അടിച്ചു മാറ്റി കള്ളക്കഥയും പറഞ്ഞ് എല്ലാവരെയും വിശ്വസിപ്പിച്ച് ഹവമിടുക്കനായി. അതെ, നീ കാര്യം അറിയാതെ ഓരോന്ന് പറയല്ലേ അവന്തികെ. എന്താണ് സംഭവിച്ചെന്ന് ആദ്യം അറിയട്ടെ. അതിനു മുമ്പ് നീ ഓരോന്ന് പറഞ്ഞ് അർച്ചനെ ആതിരെയും വിഷമിപ്പിക്കരുതേ. നന്ദേട്ടന് അതാണ് പ്രശ്നം. എന്നാൽ എനിക്കതല്ല. 1.5 കോടിയുടെ സമാധാനം അവനെ കൊണ്ട് പറയിച്ചേ പറ്റൂ. അനൂപിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പൊ കേസ് കൊടുക്കില്ലായിരുന്നോ നമ്മള്? അപ്പോ ഇതും കേസാക്കണം. എവിടെ പോയി ഒളിച്ചാലും പിടിക്കുകയും വേണം. ഒരു പൈസയും കയ്യിലില്ലാതെ തെക്ക് വടക്ക് നടന്ന ആളാ അനൂപ്. ഇത്രയും പൈസയൊക്കെ കണ്ടപ്പോഴേ അതെടുത്ത് മറിച്ചു. നമ്മളോടെന്ത് കള്ളം പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കുന്നവനറിയാം. രാവിലെ മുതൽ രാത്രി വരെയും തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും കാര്യം തന്നെയാ ഈ വീട്ടില്. കാരണക്കാരനാണേല് അനൂപ് എന്ന് പറയുന്നവനും. പറഞ്ഞ് എനിക്ക് തന്നെ നാണക്കേട് തോന്നുന്നു. എന്നിട്ടും ഇവിടെ ആർക്കും ഇപ്പോഴും വിശ്വാസം വന്നിട്ടില്ല. ഇനി കൂടുതൽ സംസാരവും ആലോചന ഒന്നും വേണ്ടച്ചാ. ഇപ്പൊ തന്നെ പോലീസിനെ വിളിച്ച് കാര്യം പറ. വരട്ടെ. ആദ്യം എന്താ ഏതാന്ന് വ്യക്തമായി അറിഞ്ഞതിന് ശേഷം മതി പോലീസിനെ വിളിക്കുന്നത്. ഇനി ബാങ്കിന്റെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിലോ? അർച്ചനെ, അനൂപ് വിളിക്കുകയോ മറ്റോ ചെയ്തിരുന്നോ? ഇല്ല. എന്താ നന്ദേട്ടാ? അല്ല, അത് ഞാൻ കാര്യം പറയാം. 40 ലക്ഷം രൂപയും കൊണ്ട് ബാങ്കിലേക്ക് പോയ നിന്റെ അനൂപേട്ടനെ കാണാനില്ലാന്ന്. പൈസയുമായി മുങ്ങീന്ന്. പോലീസിനെ വിളിക്കാൻ പോവായിരുന്നു. ഇന്ന് ബാങ്കിലിടാൻ കൊണ്ടുപോയ 40 ലക്ഷം രൂപയെ കുറിച്ചാണ് എടുത്ത് പറയുന്നതെങ്കിൽ അതും കൊണ്ട് ആരും എങ്ങും പോയിട്ടില്ല. 1 രൂപ പോലും കുറയാതെ അത് എന്റെ കയ്യിലുണ്ട്. ദേ, സ്നേഹയോട് ഞാനിപ്പോ അത് പറഞ്ഞോണ്ടിരിക്കായിരുന്നു അല്ലേടി? അതെ അതെ. നിന്റെ കയ്യിലോ? ബാങ്കിലിടാൻ അനൂപ് കൊണ്ടുപോയ പൈസ എങ്ങനെയാ നിന്റെ കയ്യിൽ വന്നത്? മീരടുത്തിയുടെ അമ്മയ്ക്ക് ചെറിയൊരു നെഞ്ചുവേദന. അങ്ങനെ അത്യാവശ്യമായിട്ട് അനുപേട്ടന് ഏട്ടത്തെയും കൂട്ടി അതുവരെ ഒന്ന് പോയേണ്ടി വന്നു. സമയമില്ലാത്തോണ്ട് അതെന്നെ ഏൽപ്പിച്ചു. ഞാൻ റെഡിയായി വന്നപ്പോഴേക്കും ബാങ്കിന്റെ സമയം കഴിഞ്ഞു. പിന്നെ നാളെ രാവിലെ ബാങ്കിൽ പോവാന്ന് കരുതി. ഇത് ഇത്രയും വലിയ പ്രശ്നമാവുന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. എങ്കിൽ നേരത്തെ ഞാൻ എല്ലാരോടും പറഞ്ഞേനെ. പ്രശ്നമായതല്ലോ, ഹക്കിയതല്ലേ. അല്ലെങ്കിലും ഈ ഏട്ടത്തി ഇങ്ങനെയാ. എന്തെങ്കിലും കേട്ടാ ഉടനെ അങ്ങ് തീരുമാനിക്കും.
ഏടത്തിയോട് മുമ്പേ ഞാൻ പറഞ്ഞിട്ടുള്ളതാ, കാള വിറ്റൂന്ന് കേൾക്കുമ്പോ തന്നെ കയറും എടുത്തോണ്ട് ഇറങ്ങരുതെന്ന്. അച്ഛന് നിങ്ങൾ ആരും ടെൻഷൻ ആവണ്ട. നാളെ ഞാൻ പോയി എല്ലാ ബ്രാഞ്ചിലേക്കും പൈസ ട്രാൻസ്ഫർ ചെയ്തോളാം. ഇപ്പോഴാ ശ്വാസം നേരെ വീണത്. അത് അനൂപിനെ സംശയിച്ചിട്ടല്ല, എന്തു പറ്റിയെന്ന് അറിയാത്തോണ്ട്. നിന്റെ വാക്കും കേട്ടിപ്പോ പോലീസിനെ വിളിച്ചിരുന്നെങ്കിലോ? അർച്ചന മോള് പറഞ്ഞത് എനിക്കും പറയാനുള്ളൂ. എന്തെങ്കിലും കേട്ട ഉടനെ നിന്റെ ഊഹങ്ങളാണ് ശരിയെന്നും അത് സ്ഥാപിക്കാനും ശ്രമിച്ച് മറ്റുള്ളവരെ കൂടി തെറ്റിദ്ധരിപ്പിക്കരുത്. പറഞ്ഞേക്കാം. സച്ചി, നാളെ പൈസ ട്രാൻസ്ഫർ ആവുമെന്ന് എല്ലാവരെയും വിളിച്ച് പറഞ്ഞേക്കാം. ആ ശരി അച്ഛാ. നമ്മുടെ ഏട്ടനെ നമുക്കറിഞ്ഞൂടെ? പിന്നെ വല്ലവരും വല്ലതും പറയുന്ന കേട്ടിട്ട് നീ എന്തിനാ വിഷമിക്കുന്നേ? തിരിച്ചു മുഖത്ത് നോക്കി ചോദിക്കാൻ നല്ല 4 വർത്താനം മനസ്സിൽ കരുതി വെച്ചോ നീ. അതിനുള്ള അവസരം നിന്റെ ചേച്ചി ഉടനെ നിനക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. ഹലോ, പറയണം മാഡം. ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിക്കും നടന്നായിരുന്നോ? അയാളുടെ കയ്യിൽ നിന്ന് പണം അടങ്ങിയ പെട്ടി നിങ്ങൾ എടുത്തില്ലേ? അതോ എന്തെങ്കിലും ഫോൾട്ട് വന്നായിരുന്നോ? മാഡം പറഞ്ഞതുപോലെ ഒക്കെ ചെയ്തിട്ടുണ്ട്. മാഡം പറഞ്ഞ പെട്ടി ഞങ്ങളുടെ കയ്യിലുണ്ട് മാഡം. ഉറപ്പാണല്ലോ, ക്യാഷ് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. ഉറപ്പായും ഉണ്ട് മാഡം. മാഡം ഇപ്പൊ വന്നാ ഇപ്പൊ തന്നെ എടുത്തു തന്നേക്കാം. വേണ്ട, അത് നിങ്ങൾ തന്നെ സൂക്ഷിച്ചാൽ മതി. ഞാൻ പറയാം, അപ്പൊ കൊണ്ടുവന്നാൽ മതി. ആ 40 ലക്ഷം രൂപ അവരുടെ കയ്യിൽ തന്നെ ഉണ്ട്. പിന്നെ അർച്ചനയുടെ കയ്യിൽ അനൂപേൽപ്പിച്ചു എന്ന് പറഞ്ഞ പണം അതേതാ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.